ഹോളി ആഘോഷത്തിനിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞ കളർ വെള്ളം നിറച്ച ബലൂൺ വഴിയാത്രക്കാരിയുടെ ദേഹത്ത് വീണതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവ് മരിച്ചു. 11 വയസ്സുകാരി എറിഞ്ഞ വാട്ടർ ബലൂണാണ് മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ ദേഹത്ത് വീണത്. ഇതോടെ 2 വീട്ടുകാർ തമ്മിലുള്ള തർക്കം വൻ കലാപമാവുകയായിരുന്നു. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലാണ് സംഭവം. ഉത്തംനഗർ ജെ കോളനിയിൽ താമസക്കാരനായ തരുൺ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ചായം തെറിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഒരു സംഘം ആളുകളെത്തി തരുണിനെ അതിമാരകമായി മർദ്ദിക്കുകയായിരുന്നു. ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. എന്നാൽ തരുൺ സംഭവ സമയം സ്ഥലത്തില്ലായിരുന്നുവെന്നും ഹോളി ആഘോഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് മർദ്ദനത്തിനിരയായതെന്നും ബന്ധുക്കൾ. കൊലപാതകത്തിന് പിന്നാലെ ഉത്തംനഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരും ബന്ധുക്കളും വൻ പ്രതിഷേധമാണ് നടത്തിയത്. സംഘർഷം നിയന്ത്രിക്കാൻ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തരുണിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രധാന പ്രതികൾ പിടിയിലായതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.